ഹലോ ഗായ്സ്, അപ്പം നമ്മൾ രാവിലെ എത്തി അനീഷിൻ്റെ PR ആയിട്ട് വന്നിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോകാം. വയറ്റിപ്പഴ പല്ലിയ സഹോദരങ്ങളെ, എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചൊക്കെ നല്ലതൊക്കെ എന്തെങ്കിലും പറയട്ടല്ലേ, എന്തെങ്കിലും ഒരു മോശമൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ നമുക്കൊന്ന് അരി വാങ്ങിക്കാൻ. അതുകൊണ്ട് ഞാൻ അനീഷിനെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗായ്സ്. ഇഷ്ടമില്ലാത്തവർ പെട്ടെന്ന് പൊക്കോ. അത് കഴിഞ്ഞിട്ട് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് പറയുമ്പോൾ വന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രമുഖർ അനീഷിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. കുറച്ച് യൂട്യൂബ് ചാനലുകളുണ്ട്, നമ്മുടെ വേനലണ്ണൻ, നമ്മുടെ സായി കണ്ണൻ, അതുപോലെ തന്നെ എന്തോ പറയുന്നത് ഒലീവ് ക്രിയേഷൻസ്, രാജ് ടോക്സ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിനെ എങ്ങനെയൊക്കെ ഒരു ഡീഗ്രേഡ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന ചാനലുകളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എൻ്റെ തോന്നൽ മാത്രമാണ്, ഇത് സത്യമാണെന്നൊന്നുമില്ല, നിങ്ങൾ പോയി അന്വേഷിക്കുക. അപ്പോൾ ഇതാണ്. പക്ഷേ ഞാൻ അവരെയൊക്കെ വിട്ടുകളഞ്ഞ് എന്താണെന്നറിയാം, തൽക്കാലത്തേക്ക് വിട്ടുകളഞ്ഞിരിക്കുവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വയറ്റിപ്പഴപ്പാണ്. ഇപ്പം ഞാൻ ഒരാളിനെ കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു കിലോ അരി വാങ്ങിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും കുറിച്ച് ചീത്ത പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞെങ്കിൽ അവർക്കും 1 കിലോ അരി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അരി വാങ്ങിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ താൽക്കാലികമായിട്ട് വിചാരിച്ചുകൊണ്ട് തൽക്കാലം അവരെ വിട്ടേക്കാണ്. കൂടുതൽ തലയെ കയറി ഇരുന്ന് നിരങ്ങുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാത്തിനെയും വലിച്ചു കീറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും. ഇതേപോലൊന്നും ആയിരിക്കത്തില്ല, ഇനി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഞാൻ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്നത്. ഇപ്പം ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് പറഞ്ഞോണേ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോയ കുറച്ച് പ്രമുഖരായ ആൾക്കാർ അനീഷിനെ കുറച്ച് കുറ്റം പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്ത് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് അതിൽ പ്രധാനികളായ കുറച്ച് 1-2 പേരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒന്ന് സാബു ആണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ്. രണ്ടാമതായി ഡോക്ടർ രജിത് കുമാർ, മൂന്നാമതായിട്ട് നമ്മുടെ കണ്ണൻ സായി. അപ്പോൾ ഇവരെക്കുറിച്ചൊന്നും പറയാതെ പോകാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു രജിത് സാറിൻ്റെ. അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രജിത് സാർ ആരാന്ന് നമുക്കറിയാമല്ലോ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എൻ്റെ അടുത്ത് വരക്കോ ഫാൻസ് വന്ന ഒരാളാണ് എന്നാണ് കേട്ടുകേൾവി. അപ്പോൾ അദ്ദേഹം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുറത്തു പോയത് എങ്ങനെയാണ്? യാതൊരു കാരണമില്ലാതെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റിയാ സലീമെ ചൊറിഞ്ഞ് എനിക്ക് ആ ചൊറിച്ചിൽ ഓർക്കുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കൈ പണിഞ്ഞ് വെച്ച് അടിക്കാനാണ് റിയാ സലീമിനെ തോന്നുന്നത്. അത്രമാത്രം ചൊറിഞ്ഞ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ എച്ചിൽ വരെ വായിൽ പാത്രത്തിൽ കൊണ്ടുവന്നിട്ട ഒരു വെറും വൃത്തികെട്ട ബിഹേവിയറുള്ള ഒരു വ്യക്തി. അവൻ വന്ന് ഈ ഡോക്ടറെ പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ട് അകത്ത് വന്ന് ആ ഒരു കോക്രോച്ചിൻ്റെ പാറ്റയെ കൊല്ലുന്ന മരുന്നൊക്കെ അടിച്ച് ശ്വാസം മുട്ടിച്ച് ബാത്റൂമിൽ കയറി ഡോക്ടറിനെ പുറത്ത് ചാടിച്ച്, അതിനുശേഷം ഡോക്ടർ വയലൻ്റായി. ഡോക്ടർ കൈ ഒന്ന് ഉയർത്തിയപ്പോഴത്തേക്ക് കൈ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചപ്പോഴത്തേക്ക് അത് അടിച്ചതായി, ഫിസിക്കൽ അസാൾട്ടായി. അതിനെ പ്രതി ജാസ്മിൻ ന്യൂസ് പൂച്ചട്ടി ബിഗ് ബോസിൻ്റെ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എല്ലാവരെയും തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ന്യൂസ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഡോക്ടർ റോബിനെ ഒറ്റയ്ക്കൊരു റൂമിൽ അടച്ചു പൂട്ടി അവരെ പീഡിപ്പിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് എടുത്തെറിഞ്ഞു. അത് കാരണം നമ്മൾ ജനങ്ങളെല്ലാം മലയാളികളെല്ലാം അത് കാരണമല്ല, അതിന് മുമ്പ് തന്നെ ജനങ്ങളെല്ലാം ഡോക്ടർ റോബിൻ്റെ ഫാൻസ് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതെല്ലാം ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുറത്തു പോയത്. പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുള്ളതെന്ന് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ജി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഡോക്ടർ അവിടെ കാഷ്വാലിറ്റിയിലെ എമർജൻസിയിലെ രാത്രിയിലെ ഡോക്ടറായിരുന്നു. ഞാൻ ICയിൽ, എൻ്റെ അമ്മ വെന്റിലേറ്ററിലായിരുന്നു. ജി ഹോസ്പിറ്റലിൽ ICയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഡോക്ടറെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് BBയിൽ കണ്ടപ്പോൾ എനിക്ക് ആ ഫേസ് പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ അമ്മ മരിച്ചത് അവിടെ ആ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചതും അദ്ദേഹത്തിൻ്റെ ഡൈഹാർട്ട് ഫാനായി. ഓക്കെ, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാൻ തന്നെയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അതും കൂടി പറയണമല്ലോ. അപ്പോൾ അതൊക്കെ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിന് മുമ്പായിട്ട് ഇറങ്ങിയ ഒരാളാണ് രജിത് സാർ. എങ്ങനെയാണ് അദ്ദേഹം ഇറങ്ങിയത്? ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണിൽ പച്ചമുളക് അരച്ച് തേച്ച് ഇറങ്ങിപ്പോയ ഒരാളാണ് അദ്ദേഹം. ഒരു കോളേജ് അധ്യാപകനാണ് എന്നുള്ളതാണ് എനിക്കറിയാവുന്ന അറിവ്. നിങ്ങൾക്ക് അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും അയാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെയുള്ള മനുഷ്യനായിരിക്കുമല്ലോ. അയാൾ എങ്ങനെയാണ് ഇറങ്ങിയത്? അയാൾ ഒരു കൊച്ചിൻ്റെ കണ്ണിൽ പച്ചമുളക് അരച്ച് തേച്ച് ഇറങ്ങിയ ഒരു മനുഷ്യന് നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ അയാളുടെ കണ്ണിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്ത് വെച്ചിട്ട് മറ്റൊരാളുടെ കണ്ണിൽ കരടെടുക്കാൻ പോകുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടർ രജിത് സാർ പറഞ്ഞത്, അനീഷ് കീ കൊടുത്ത പാവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അയാൾ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത്? അയാൾ കീ കൊടുത്ത പാവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അയാൾ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് എന്തോ പണം വേണമെന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് പണം വാങ്ങിച്ച ഒരാളാണ്. എന്താ പറയുക, ഒരു വിവരവും ബോധവും ഇല്ലാതെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത്? ഇത്രയും വിദ്യാഭ്യാസം, ഞാനും അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാർ പോലും ഒരു കാര്യങ്ങൾ മുഴുവൻ
മുഴുവൻ കംപ്ലീറ്റ് അറിയാതെ അതിൻ്റെ ക്ലാരിറ്റി വരുന്നത് ചുമ്മാ അങ്ങ് സംസാരിക്കുകയാണ്. അനീഷ് എന്താണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അയാൾ ആരുടെയെങ്കിലും കണ്ണിൽ പച്ചമുളക് തേക്കാൻ പോകുന്നുണ്ടോ? അയാൾ ആരെങ്കിലും തെറി വിളിക്കാൻ പോകുന്നുണ്ടോ? ആരെങ്കിലും തോളയിൽ കയറാൻ പോകുന്നുണ്ടോ? ആരെങ്കിലും അടിക്കാൻ പോകുന്നുണ്ടോ? അയാൾ എവിടെയെങ്കിലും പോയി പരദൂഷണം പറയുന്നുണ്ടോ? അയാൾ ആരുടെയെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ചേട്ടനോ ആരുടെയെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അയാൾ അവിടെ എന്ത് മോശമാണ് കാണിക്കുന്നത്? അയാൾക്ക് കൊടുക്കുന്ന ഗെയിമുകൾ കൃത്യമായിട്ട് അയാൾ മാക്സിമം 100% എഫേർട്ട് ഇട്ട് അയാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഒരാളുടെ കുറ്റം വന്ന് വേറൊരാളടുത്ത് പറഞ്ഞ് ജീവിക്കുന്നില്ല. അയാൾക്ക് ഏത് ടാസ്ക് കൊടുത്താലും അത് ഡ്യൂട്ടി ആയിക്കോട്ടെ ടാസ്ക് ആയിക്കോട്ടെ എല്ലാം അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ കീ കൊടുത്ത പാവ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ഗെയിമാണ് രജി സാർ എന്ത് ഗെയിമാണ് അവിടെ ചെയ്തത്? എവിടെയെങ്കിലും മൂല പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ദേഷ്യം വരുമ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണിൽ പച്ചമുളക് അരച്ച് തേച്ച് പുറത്തിറങ്ങിയ ഒരു മനുഷ്യന് മറ്റുള്ളവരെ കുറ്റം പറയാൻ എന്ത് അർഹതയാണ്? ബിഗ് ബോസ് സീസൺ 7 അനീഷിനെ പോലെ ഗെയിം കളിക്കുന്ന ഒരാളെ കാണിച്ചു തരാമോ? എൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ രജി സാറ് പിന്നെ പറഞ്ഞതിന് ഞാൻ എതിർത്ത് പറയുമല്ല. രജി സാറ് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം അവിടെ വെച്ചിട്ട് വേറൊരാളുടെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് പറയാണ്. പിന്നെ അതുപോലെ ജയറാമിൻ്റെ ഒരു പ്രോഗ്രാമിൽ അയാളൊരു ഓഡിയൻസ് ഒരു ഓഡിയൻസ് ആയിട്ട് അയാൾ പോയിട്ട് അയാൾ ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ ജയറാമിന് അറിയാത്തതുകൊണ്ട് ഓഡിയൻസിനോട് ചോദിക്കാമായിരുന്നു. അപ്പോൾ ഒരു നമ്പറും പൊക്കി പിടിച്ച് എഴുന്നേറ്റ്. അതും ഇയാൾ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഈ വ്യക്തിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് എല്ലാവരും. ഇയാൾ ആരാണ്? ഇയാൾ എവിടുത്തുകാരനാണ്? ഇയാൾ എവിടുന്ന് വന്നതാണ് എന്ന് അന്വേഷിച്ചപ്പോൾ യൂട്യൂബർ കിട്ടിയ ഒരു പിക്കാണ്. ഇയാൾ പൊക്കി പിടിച്ചുകൊണ്ട് അത് നിൽക്കുന്നു. അനീഷേട്ടൻ പൊക്കി പിടിച്ചുകൊണ്ട് അത് നിൽക്കുന്നു. അപ്പോൾ ജയറാമേട്ടൻ പറയുന്നു അയാളെ സെലക്ട് ചെയ്യുന്നു. കുറേ ആൾക്കാരുണ്ട് അതിൽ. അയാളുടെ ഭാഗ്യം കൊണ്ട് അയാളെ സെലക്ട് ചെയ്യുന്നു. അയാൾ ആൻസർ പറഞ്ഞാൽ ഇത്ര രൂപ തരാമെന്ന് ചോദിക്കുന്നു. ലാസ്റ്റ് അനീഷേട്ടൻ ജയറാമേട്ടൻ സമ്മതിക്കുന്നു. അനീഷേട്ടൻ അത് പറയുന്നു. അയാളുടെ നിന്ന് കാശ് വാങ്ങിക്കുന്നു, പിരിയുന്നു. ഇത്രയേ ഉള്ളൂ. അതാണോ അയാൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സെലിബ്രിറ്റി? അയാളെ പോയിട്ട് അയാളെ കോടനാടുള്ള മുഴുവൻ ആൾക്കാർ പോലും അയാൾ അറിയത്തില്ലായിരിക്കും. തൃശ്ശൂർക്കാരനായിട്ട് അയാൾ തൃശ്ശൂരുള്ളവരറിയുമോ? അപ്പോൾ അതിലൊരു സെലിബ്രിറ്റി അല്ല, അതിൽ കോമണറായിട്ട് അകത്ത് കയറിപ്പോയ ഒരു മനുഷ്യനാണ്. കോമണറായിട്ടുള്ള തസ്തികയിൽ മൈജി ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്ത് ഞാൻ എല്ലാം പറയുന്നത് എനിക്കിനി പറയാൻ വയ്യ. അപ്പോൾ അതെടുത്ത് പോയ ഒരാളിന് എന്തിനാണ് ഇങ്ങനെ രജി സാറിനെ പോലെയൊക്കെ ഒരാളെ അസൂയപ്പെടുന്നത്? നമ്മളൊക്കെ ഒരു മുതുക്ക് പ്രായമായില്ലേ? നമ്മൾ ഈ മുതുക്ക് പ്രായമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുതുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഈ അസൂയം കുശുമ്പൊക്കെ കുറച്ചങ്ങ് മാറ്റി വെക്കണം. കാരണം നമുക്കൊക്കെ ഇനി കുറച്ചില്ല സമയമേ ഉള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കാൻ. അപ്പം നമ്മളെല്ലാവരെയും അംഗീകരിച്ച് പഠിക്കുക. നമ്മളൊരാൾ ചെയ്യുന്ന നന്മയെ ഒന്ന് ആലോചിക്കുക. അയാൾ എന്ത് മോശക്കേടാണ് അവിടെ കാണിക്കുന്നത്? ഒരാൾ മോശക്കേട് കാണിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ആദില നൂർ അയാളുടെ ദേഹത്തേക്ക് അഴുക്ക് വെള്ളം കോരി ഒഴിച്ചപ്പോൾ അതിനൊന്നും പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു. പാത്രം കഴിയ വെള്ളം ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് കോരി ഒഴിക്കണം. അതാണ് അയാൾ ഉറങ്ങാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു. അയാളെ എന്തുമാത്രം മോശമായിട്ട് പറയുന്നു. നാറി, പട്ടി, മറ്റേത് മറിച്ചേതെന്ന് വിളിക്കുന്നു. അതുപോലെ പാത്രം കഴുകാൻ വിളിച്ചാൽ താൻ പോടോ താൻ എൻ്റെ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊന്നും പറയാൻ ആരുമില്ല. അപ്പോൾ ഒരു കോമണർ എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ ഒരു മനുഷ്യന് കപ്പ് കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അയാളെ അസൂയപ്പെടുവാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇനി അടുത്ത് പറയാനുള്ള കണ്ണൻ ചായയെക്കുറിച്ചാണ്. ഈ കണ്ണൻ ചായ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഈ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് നിന്നത്? മരവാഴ. ഞാൻ കറക്റ്റായിട്ട് പറയും, മരവാഴയായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് വന്ന് വേറൊരാളിനെ കുറ്റം പറയുന്നത്. ഈ കണ്ണൻ ചായി എന്ന് പറയുന്ന അയാൾ ഒരു കാറിനകത്തിരുന്ന് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ചാനലും നടത്തിയിട്ട് സംസാരിച്ച് പാവപ്പെട്ട ആൾക്കാർ വിചാരിച്ചു ഇയാൾ ഏതാണ്ട് വലിയ അറിവുള്ളവനാണ് എന്ന് വിചാരിച്ച് എനിക്കൊന്ന് നെഗറ്റീവുള്ള ആൾക്കാരും ഒക്കെ അയാളെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് അയാളുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ അതിലേക്ക് പോയിട്ട് അയാൾ എന്ത് ചെയ്തു? വെറും മരവാഴയായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു മൂലയ്ക്കൊക്കെ അവിടെ എവിടെയൊക്കെ ഇരുന്നു. ഇതാണോ ചെയ്തത്? ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കണ്ണിൽ കരട് വലിയ തടിക്കഷ്ണം എടുത്തു വെച്ചിട്ട് മറ്റുള്ളവർ മോശക്കാരാണ് എന്ന് പറയുന്നതാണോ ഇവിടുത്തെ അത് പിന്നെ എങ്ങനെ നമ്മൾ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കും? നിങ്ങൾ പറ. ഇതെങ്ങനെയാണ് നമുക്ക് വെറുതെ അങ്ങ് കേട്ടിട്ട് അങ്ങ് മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും നല്ല ഒരു ഗെയിം കാഴ്ചവെക്കുന്ന ഒരാളെന്ന നിലയിൽ അത് അനീഷ് തന്നെയാണ് കപ്പിന് യോഗ്യൻ. ആരെന്ത് പറഞ്ഞാലും ഏഷില്ല മക്കളെ.